ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 5ാമത്തെ യൂണിറ്റിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ദ ഫാമർ എന്നുള്ള പാഠഭാഗവും അതിന്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വി ഓൾ അഡ്മയർ ഹീറോസ്. ഹു ഈസ് യുവർ ഹീറോ? ഈസ് എ പോം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. എന്താ പറയുന്നത്? വി ഓൾ അഡ്മയർ ഹീറോസ്. അഡ്മയർ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക. നമ്മളെല്ലാവരും ഹീറോസിനെയൊക്കെ പുകഴ്ത്താറുണ്ട്. ഹു ഈസ് യുവർ ഹീറോ? നിങ്ങളുടെ ഹീറോ ആരാണ്? ഹിയർ ഈസ് എ പോം. ഇവിടെ ഒരു പോം തന്നിട്ടുണ്ട്. സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ പുകഴ്ത്തപ്പെടാത്ത അല്ലെങ്കിൽ പാടി പുകഴ്ത്താത്ത കുറച്ച് ഹീറോസിനെ കുറിച്ചിട്ട് അതിന്റെ സെലിബ്രേഷൻ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോമാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഹെഡിങ് ദ ഫാർമർ. ആരാണ് ഫാർമർ? കൃഷിക്കാരനാണ് അല്ലെ. അപ്പൊ കൃഷിക്കാരനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ്. നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. The king may rule over land and sea. The lord may live right royally. The soldier rides in pomp and pride. The sailor roams over oceans wide. But this or that, whatever befall the farmer, he must feed them all. എന്താ പറയുന്നത്? ദ കിങ് മേ റൂളർ ഓവർ ലാൻഡ് ആൻഡ് സീ. കിങ് എന്ന് പറയുന്നത് രാജാവ്. രാജാവ് കടലും കരയും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ദ ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി. ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭൂപ്രഭുക്കന്മാർ. അവര് വളരെ റോയലായിട്ട് വളരെ ആഡംബരത്തോട് കൂടിയിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംബ് ആൻഡ് പ്രൈഡ്. പോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബരം. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അഭിമാനത്തോട് കൂടിയിട്ട്. ഓക്കെ, അഭിമാനമാണ് സോൾജിയേഴ്സ് ഒക്കെ റൈഡ് ചെയ്യുന്നത്. ദ സെയിലിയർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. വൈഡ് എന്ന് പറഞ്ഞാൽ വിശാലമായ. അപ്പോൾ കണ്ണെത്താ ദൂരത്തോളമുള്ള കടലിലൂടെ താണ്ടിയിട്ടാണ് ഓരോ നാവികരും പോകുന്നത്. സെയിലിയർ എന്ന് പറഞ്ഞാൽ നാവികര് പോകുന്നത്. ബട്ട് ദിസ് ഓർ ദാറ്റ്, എന്താണ്? എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ബിഫോൾ, എന്തൊക്കെയായാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷെ ഫാർമറാണ് അവരെ എല്ലാവരും ഫീഡ് ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും വേണ്ട ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഇത്രയും വലിയ ആളുകളായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്താണ്? ഫാർമറാണ് അവർക്ക് എല്ലാവർക്കും വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ദ റൈറ്റർ തിങ്സ്, ദ പോയറ്റ് സിങ്സ്. The craftsman fashion wonders things. The doctor heals, the lawyer pleads. The miner follows the precious leads. But this or that, whatever befall, the farmer he must feed them all. അടുത്ത സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ദ റൈറ്റർ തിങ്സ്. റൈറ്റർ എഴുതുന്ന ആളാണ് ചിന്തിക്കുന്നത്. പോയറ്റ് സിങ്സ്. പോയറ്റ് ആണത് പാടുന്നത്. ദ ക്രാഫ്റ്റ്സ്മാൻ അഥവാ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആള്. ഫാഷൻ വണ്ടേഴ്സ് തിങ്. ഫാഷനിലെ അത്ഭുത ലോകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ദ ഡോക്ടേഴ്സ് ഹീൽസ്. ഡോക്ടറാണ് എല്ലാം ഹീൽ ചെയ്യുന്നത്, എല്ലാം മാറ്റുന്നത്. ദ ലോയർ പ്ലഡ്സ്. ലോയർ ആണ് എല്ലാം വാദിക്കുന്നതും കാര്യങ്ങളൊക്കെ. ദ മൈനർ ഫോളോസ് ദ പ്രീഷ്യസ് ലീഡ്സ്. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖനനം നടത്തുന്ന ആളുകളെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗോൾഡ് ഒക്കെ കണ്ടെത്തുക, പെട്രോളിയം കണ്ടെത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രീഷ്യസ് ആയിട്ടുള്ള അത്തരത്തിലേക്കുള്ള ലീഡ് ചെയ്യുന്നത് ആരാണ്? മൈനർ ആണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ബട്ട് ദിസ് ഓർ ദാറ്റ്, എന്താണ്? ഇതോ അതോ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ഫോൾ, എന്തൊക്കെ ആയാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഫാർമർ ആണ് എല്ലാവരെയും ഫീഡ് ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ട ഭക്ഷണം കൊടുക്കുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. The merchant he may buy and sell. The teacher does his duty well, but men may toil through busy days, or men may stroll through pleasant ways. From king to beggar, whatever befall, the farmer he must feed them all. നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ മെർച്ചന്റ്. മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. കച്ചവടക്കാരൻ എന്താ ചെയ്യുന്നത്? ബൈ ആൻഡ് സെൽ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. ടീച്ചറുടെ ഡ്യൂട്ടി ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്. വളരെ തിരക്കുള്ള ആളുകൾ. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസന്റ് വേ. എന്താണ്? അവർ ആ തിരക്കിനിടയിലും അവരുടെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഫ്രം കിങ് ടു ബെഗർ. കിങ് എന്താണ്? കിങ് രാജാവ്. ബെഗർ ആയാലും യാചകനായാലും വാട്ട് എവർ ബിഫോൾ, എന്തൊക്കെയാണെങ്കിലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഫാർമർ ആണ് അവരെല്ലാവരെയും ഫീഡ് ചെയ്യുന്നത്. ദ ഫാർമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്.
He is partner with the sky and earth. He is partner with the sun and rain. And no man loses for his gain. And men may rise or men may fall. But the farmer, he must feed them all. നെക്സ്റ്റ് പറയുന്നത് എന്താ? The farmer's trade is one of worth. എന്താണ്? ഫാർമറുടെ ട്രേഡിലെ ഏറ്റവും വർത്ത് എന്ന് പറയുന്നത് എന്താണ്? His partner with the sky and earth. ഭൂമിയും അതുപോലെ തന്നെ ആകാശവുമാണ് അയാളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഹീസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. അതുപോലെ തന്നെ സൂര്യനും മഴയുമാണ് അടുത്ത പാർട്ട്ണർ എന്ന് പറയുന്നത്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരും അവിടെ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. ആൻഡ് മെൻ മേ റൈസ്. ചിലപ്പോൾ എന്താണ്? അയാൾ ഉയരങ്ങളിലേക്ക് പോവും. ഓർ മെൻ മേ ഫോൾ. ചിലപ്പം എന്താണ്? ചിലപ്പോൾ താഴ്ചയ്ക്കും പോവും. ബട്ട് ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷെ എന്താണ്? ഫാർമർ എല്ലാവരെയും ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള പോം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ ആയാണ്, അല്ലെങ്കിൽ എത്രക്ക് ഉയരത്തിലെത്തിയാലും എന്തൊക്കെ ഉണ്ടെന്ന് അഹങ്കരിച്ചാലും എന്താണ്? അൾട്ടിമേറ്റ് എല്ലാവർക്കും വേണ്ട ഭക്ഷണം കൊടുക്കുന്നത് ഫാർമറാണ് എന്നാണ് ഈ ഒരു പോമിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അബൌട്ട് ദ പോയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോയറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമേലിയ എഡിത്ത് ഹഡ്ലിസ്റ്റൺ ബാർ വാസ് എ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് എ ടീച്ചർ. ഹിയർ her work include Romance and a Reality, Jan Vedder's Wife, A Daughters of Five, All the Days of My Life, Autobiography, Remember the Alamo, The Bow of Orange, Ribbon, etc. അപ്പോൾ അമേലിയ എഡിത്ത് ഹഡ്ലിസ്റ്റൺ ബാർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റും ഒരു ടീച്ചറും കൂടെയാണ്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് റൊമാൻസ് ആൻഡ് റിയാലിറ്റി, അതുപോലെ തന്നെ ജാൻ വിഡേഴ്സ് വൈഫ് തുടങ്ങിയ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാതും അവരുടെ വർക്കാണ്. ഇനി താഴെ കുറച്ച് ഗ്ലോസറി, കുറച്ച് എന്താ പറയാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ബിഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പൻ, എന്താ സംഭവിക്കുക. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് എൻ ഇമോഷണൽ അപ്പീൽ. അതുപോലെ പോംബ് എന്ന് പറഞ്ഞാൽ സെറിമണി. റോം എന്ന് പറഞ്ഞാൽ ടു ട്രാവൽ. ടോയിൽ എന്ന് പറഞ്ഞാൽ ടു വർക്ക് ഹാർഡ്. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തേണ്ടത്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. ഈ പോം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ ലൈൻ ദാറ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് എ കിങ്. കിങ്ങിന്റെ റോള് പറയുന്ന ഏത് ലൈനാണ് ഇവിടെ ഉള്ളത്? ഏത് ലൈനാണ്? ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ എന്നുള്ള ലൈനാണ് അല്ലെ. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫാമർ ഈസ് സുപ്പീരിയർ ടു ദ കിങ്. ഡു യു എഗ്രി? എക്സ്പ്ലെയിൻ. ഫാമർ ആണ് കിങ്ങിനേക്കാൾ സുപ്പീരിയർ, മുകളിലുള്ളത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ് ഉണ്ടല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് ഫാമർ ഹു ഈസ് ദ ഓൺലി വൺ ഹു ക്യാൻ പ്രൊവൈഡ് ഫുഡ് ഫോർ കിങ്. ഫാർമറിന് മാത്രമേ കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ കിങ്ങിനേക്കാൾ സുപ്പീരിയർ പവർ എന്ന് പറയുന്നത് ആർക്കാണ്? ഫാർമറിന് തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ സെയിലിയർ ഗോ? എങ്ങോട്ടാണ് സെയിലിയർ, നാവികൻ എങ്ങോട്ടാണ് പോകുന്നത്? സെയിലിയർ ഈസ് ട്രാവലിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദ ഓഷ്യൻ. എന്താണ്? ഓഷ്യനൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ട്രാവൽ ചെയ്യാനൊക്കെയാണ് അല്ലെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോം ഫോർ ദ പേഴ്സൺ ഹു ബൈസ് ആൻഡ് സെൽ. ആരാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആരെ കുറിച്ചാണത്? ആരായിരുന്നു? മെർച്ചന്റ് ആണ്. ഓക്കെ, മെർച്ചന്റ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ? എക്സ്പ്ലെയിൻ. ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു നോബിൾ പ്രൊഫഷൻ, ഏറ്റവും ഉന്നതിയുള്ള ഒരു പ്രൊഫഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെഴുതാം? യെസ്, ഫാമിംഗ് ഈസ് ദ ഓൺലി പ്രൊഫഷൻ ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫീഡിങ് എവ്രി വൺ ഇൻ ദിസ് വേൾഡ്. എന്താണ്? ഫാമിങ്ങിന് മാത്രമേ നമ്മുടെ ഈ ലോകത്തിലെ ബാക്കി എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഫീഡിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. വേറെ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ആ ഒരു പ്രൊഫഷന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇനി ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1 ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. പോമിലെ കുറച്ച് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ റൈറ്റർ തിങ്സ്, ദ പോയറ്റ് സിങ്സ്, ദ ക്രാഫ്റ്റ്മാൻ ഫാഷൻ വണ്ടേഴ്സ് തിങ്, ദ ഡോക്ടർ ഹീൽസ്, ദ ലോയർ പ്ലഡ്സ്, ദ ഇന്നർ മൈനേഴ്സ് ദ പ്രീഷ്യസ് ലിഡ്സ്. But this or that, whatever befall, the farmer he must feed them all. നമ്മൾ പറഞ്ഞതാണല്ലേ. എന്താണ്? റൈറ്റർ എഴുതുന്നു, സിംഗർ പാടുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞതാണ്. ഇതിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇതിലെ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു കൂട്ടുകാരെ ഇവിടെ റൈമിംഗ് വേർഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത്? റൈമിംഗ് വേർഡ്സ് നമുക്കറിയാം. എന്താണ്? ലൈനിന്റെ ലാസ്റ്റ് ആവും വന്നിട്ടുണ്ടാവും അല്ലെ. ഇവിടെ വന്നിട്ടുള്ളത് സിങ്സ്, തിങ്സ്, പ്ലഡ്സ്, ലെഡ്സ്,
ബിഫോർ ഓൾ. ഓക്കെ, ഇതാണ് ഇവിടെ റൈമിംഗ് വേർഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻ ദ പോം ദ ഫാർമർ എ ലൈൻ ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സ്റ്റാൻസ. ഫൈൻഡ് ദ റിക്രീയിങ് ലൈൻ. എന്താണ് ഇവിടെ എല്ലാ സ്റ്റാൻസയുടെ ലാസ്റ്റും നമുക്ക് ദ ഫാർമർ എന്ന് തുടങ്ങുന്ന ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ആ ലൈൻ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാ? ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ എന്നുള്ള ആ ലൈനാണ് അല്ലെ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ദർ ആർ സെവറൽ പീപ്പിൾ ഹു പെർഫോം വേരിയസ് ഡ്യൂട്ടി. എന്താണ്? സെവറൽ പീപ്പിൾസ്, ചില ആളുകൾ ഓരോരോ ഡ്യൂട്ടികളാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനാണ് ഇവിടെ തന്നിട്ടുള്ളത് കുറച്ച് കാര്യം, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ്. ലെറ്റ്സ് ഫൈൻഡ് സം ഓഫ് ദം. ഇതേപോലെയുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഹു ഡിസൈൻസ് ബിൽഡിംഗ്സ് ആൻഡ് ഹൗസസ്. ബിൽഡിംഗ്സും ഹൗസസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? എഞ്ചിനീയർ ആണ്. എ പേഴ്സൺ ഹു പ്രിപ്പേഴ്സ് ഫുഡ് ഇൻ എ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഷെഫാണ്. എ പേഴ്സൺ ഹു ട്രീറ്റ് പേഷ്യൻസ്. പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു പ്രിവെന്റ് ഫയർ ആക്സിഡന്റ്. ഫയർ ആക്സിഡന്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെയൊക്കെ തടയുന്നത് ആരാണ്? ഫയർമാൻ ആണ്. ഓക്കെ, ഫയർമാൻ. തേർഡ് ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് വിഷ്വലൈസ് ദ പോം ദ ഫാർമർ. ദ ഫാർമർ എന്നുള്ള പോം നിങ്ങളെടുത്തൊന്ന് വിഷ്വലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻസാസ്. ഓരോ സ്റ്റാൻസയിലും ബേസ് ചെയ്തുകൊണ്ട് കൊറിയോഗ്രഫി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. മൈ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ്. ഓക്കെ, ടൈറ്റിൽ ഓഫ് ദ പോം. ഈ പോമിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ദ ഫാർമർ. തീം ഓഫ് ദ പോം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ഫാർമേഴ്സ്. ഓക്കെ, ഫാർമർ കൃഷിയുടെയും കൃഷിക്കാരുടെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ലൊക്കേഷൻസ് എവിടേക്കാണ്? പാലസ്, ഗ്രൗണ്ട്, ബോർഡ് ഓൺ എ ഷിപ്പ്, ഫാം, പിന്നെ ഇവിടെ ഹോസ്പിറ്റൽ, സ്കൂള്. ഓക്കെ, ഇതൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ. ഹോസ്പിറ്റൽ, സ്കൂള് എന്നൊക്കെ കൊടുക്കാം. ഇനി ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ് എന്താ ആരൊക്കെയാണ്? കിങ്, സോൾജിയർ, സൈലർ, റൈറ്റർ, പോയറ്റ്, ക്രാഫ്റ്റ്സ്മാൻ. ഇനി പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ക്രൗണ് അല്ലെ. കിങ്ങിന് നമുക്ക് എന്ത് വേണം? ക്രൗണ് വേണം. അതുപോലെ തന്നെ പ്ലഫ് വേണം, സെതസ്കോപ്പ് വേണം, ഹാക്ക് വേണം, മൈക്ക് വേണം, പെന്ന് വേണം. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. എന്നാലാണ് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. ദ കിങ് എൻറ്റേഴ്സ് ആൻഡ് വാച്ചേഴ്സ് ഹിസ് സബ്ജക്ട്. എന്താണ്? കിങ് വരികയാണ്, എന്നിട്ട് അവിടുത്തെ സബ്ജക്റ്റുകൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ വാച്ച് നോക്കുകയാണ്. ദ സോൾജിയേഴ്സ് വാച്ച് ആൻഡ് സല്യൂട്ട് എവ്രി വൺ. സോൾജിയേഴ്സ് വന്നിട്ട് എല്ലാവർക്കും സല്യൂട്ട് കൊടുക്കുകയാണ്. ദ സെയിലിയർ വർക്ക്സ് ഓൺ ബോർഡ് ദ ഷിപ്പ്. സെയിലിയർ എന്താ ചെയ്യുന്നത്? ഷിപ്പിനെ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഫാർമർ വർക്ക്സ് ഇൻ ഹിസ് ഫീൽഡ് ആൻഡ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഓൾ. ഫാർമർ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ എന്തൊക്കെ കൊടുക്കാം നമുക്ക്? ദ റൈറ്റർ റൈറ്റ്സ് എ സ്റ്റോറി. ദ സിംഗർ സിംഗ്സ് ദ song, the doctor treats the patient, the miner digs the ground, the merchant buys and sells things, the teacher teaches the students. ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇത് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്തു നോക്കുക. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 4 ആണ് നോക്കാനുള്ളത്. പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ ആൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ ഫാർമർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ഏരിയയിൽ ഒരു ഫാർമർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. ഹി മേക്സ് യൂസ് ഓഫ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. അദ്ദേഹം എന്താണ്? കൃഷിയൊക്കെ നാച്ചുറൽ മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. ഈ കൾട്ടിവേറ്റ്സ് വെജിറ്റബിൾസ്, ബനാനാസ് ആൻഡ് അതർ ഫ്രൂട്ട്സ്. അദ്ദേഹം വെജിറ്റബിൾസും ബനാനയും ഫ്രൂട്ട്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈസ് ഫാമിലി സപ്പോർട്ട്സ് ഹിം. ഫാമിലിയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഹി ഹാസ് എ ഗുഡ് എവറി ഇയർ. എല്ലാ വർഷവും അയാൾക്ക് നല്ല വിളവ് തന്നെ ലഭിക്കാറുണ്ട്. ഈ സെൽസ് ഹിസ് പ്രോഡക്ട്സ് ഇൻ ദ ഫാമേഴ്സ് സൊസൈറ്റി. ഫാമേഴ്സ് സൊസൈറ്റിയിലാണ് അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ വിൽക്കാറുള്ളത്. ഫാമിംഗ് ഹാസ് ബിക്കമിങ് ഹിസ് പ്രൊഫഷൻ ആൻഡ് ഹി എൻജോയ്സ് ഇറ്റ് വെരി മച്ച്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് ഇത്. അദ്ദേഹം ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ് ടു ദ ഇന്റർവ്യൂ ദ ഫാമർ. അപ്പൊ ഈ ഫാർമറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് തീരുമാനിക്കുകയാണ്. പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇന്റർവ്യൂ. അപ്പൊ ഈ ഇന്റർവ്യൂവിന് വേണ്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മോട്ടിവേറ്റഡ് യു ടു പെർസ്യൂ ഫാമിംഗ്. എന്താണ് ഈ ഒരു ഫാമിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്രോപ്സ് യു കൾട്ടിവേറ്റഡ് ഓൺ യുവർ ഫീൽഡ്സ്.
നിങ്ങളുടെ ഈ സ്ഥലത്ത് എന്തൊക്കെയാണ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. വൈ ഡു യു പ്രിഫർ നാച്ചുറൽ മെത്തേഡ് ഓഫ് ഫാമിംഗ് അഗ്രികൾച്ചർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നാച്ചുറൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നത്. ഫോർത്ത് വൺ, വാട്ട് ആർ യുവർ സ്ട്രാറ്റജീസ് ഫോർ പെസ്റ്റ് കൺട്രോൾ, ഈ പെസ്റ്റ് അഥവാ ഈ കീടങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വൈ യു മെയിൻറ്റെയിൻ എ ഗുഡ് ഹീൽ ഇൻ എവറി ഇയർ, എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ വർഷവും നല്ല വിളവ് ലഭിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാനുള്ളത്. എ ഡേ അറ്റ് ദ ഫാം എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.